സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന സബ്ജക്റ്റിനകത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ അവസാനത്തെ ചാപ്റ്ററിൽ വരുന്ന സെക്യുലറിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഡിഫൈൻ ആൻഡ് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ഇൻ ഇന്ത്യ. ഇതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഷ്യോളജി പഠിക്കുന്ന കുട്ടികൾ തന്നെ ആവണം ഇത് എഴുതാനൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരു മിനിമം ധാരണയുള്ള എല്ലാ ആളുകൾക്കും എഴുതാൻ പറ്റുന്ന കുറച്ചും കൂടെ നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്യുലറിസം, മതേതരത്വം എന്ന് പറയുന്ന സെക്യുലറിസത്തിന്റെ അർത്ഥം നമ്മൾ ഇവിടെ നോക്കേണ്ടത് മതേതരത്വമാണ്. ഇൻ ഇന്ത്യ എന്നുള്ളതും കൂടെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നോക്കുന്നത് ഡിഫൈൻ ആൻഡ് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സെക്യുലറിസം എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ്, ഇന്ത്യയിലെ സെക്യുലറിസം കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. അപ്പം സെക്യുലറിസം എന്ന് പറയുന്നത് മതേതരത്വം. ഇന്ത്യൻ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരുപാട് മതങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും. എല്ലാ മതങ്ങൾക്കും എന്ത് ചെയ്യാം, ഒരു മതത്തിനും പ്രത്യേക പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല. എന്നാൽ എല്ലാ മതങ്ങൾക്കും ഇവിടെ സ്വതന്ത്രമായിട്ട് അത് പ്രചരിപ്പിക്കാനും പ്രബോധനം നടത്താനും അതിനകത്ത് ആളുകൾക്ക് വിശ്വസിക്കാനും അതിലേക്ക് ചേരാനും ഒക്കെ എല്ലാറ്റിനും സ്വാതന്ത്ര്യമുള്ള, എല്ലാ മതങ്ങൾക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള, എന്നാൽ രാജ്യത്തിൻ്റെതായിട്ടൊരു മതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ലാത്ത ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്യുലറിസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പുതിയ കാലത്ത് കുറച്ചും കൂടെ പ്രാധാന്യമുള്ള ഒരു ചോദ്യം കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ക്വസ്റ്റിനകത്ത് പ്രതീക്ഷിക്കണം. എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് നോക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒന്ന് ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ടായിരിക്കണം. ആ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിയുന്ന ഉടനെ തന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്നുള്ള വാക്ക്, ഇപ്പം ഇവിടെ ആണെങ്കിൽ ദ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ഇൻ ഇന്ത്യ എന്ന് നമ്മൾ ഹെഡിങ് ആയിട്ട് എഴുതുന്നു. ദെൻ അതിന്റെ എലമെന്റ്സ് ആണെങ്കിൽ എലമെന്റ്സ്, അല്ലെങ്കിൽ ക്യാരക്ടറുകളാണെങ്കിൽ ക്യാരക്ടേഴ്സ്, എന്താണോ നമുക്ക് അതിനകത്ത് ഉള്ളത് അത് ജസ്റ്റ് പോയിന്റ് ആക്കി എഴുതി അതിനെ കൺക്ലൂഡ് ചെയ്യുക. ഇതാണ് നമുക്കൊരു ഫ്രെയിം എന്നുള്ള അർത്ഥത്തിൽ നോക്കുന്നത്. ഓക്കെ, അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. ഇതൊരു പാരഗ്രാഫാണ്. നമ്മൾ ഇങ്ങനെ തന്നെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് അതിന്റെ കോൺസെപ്റ്റ് എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഒന്ന്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വൈബ്രന്റ് കൾച്ചർ നിലനിൽക്കുന്ന ഒരു ലാൻഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് നേരത്തെ അറിയാവുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് വ്യത്യസ്തമായ ഭാഷകളുണ്ട്, വ്യത്യസ്തമായ മതങ്ങളുണ്ട്, വ്യത്യസ്തമായ സംസ്കാരങ്ങളുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് ആക്കിയിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം. ലാൻഡ് ഓഫ് വൈബ്രന്റ് കൾച്ചേഴ്സ് നല്ലൊരു വാക്കാണ്, അതുകൊണ്ടാണ് ഞാൻ അതവിടെ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ലാൻഡ് ഓഫ് വൈബ്രന്റ് കൾച്ചേഴ്സ്. അതിനകത്ത് നമുക്ക് എന്ത് പറയാം, ഡൈവേഴ്സ് റിലീജിയൻസ്, വൈവിധ്യമാർന്ന മതങ്ങളുണ്ട്. അപ്പം ബാക്കിയുള്ളതൊക്കെ നമ്മൾ ലാംഗ്വേജസ് കൊടുക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇവിടെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഈ ഫസ്റ്റ് സെന്റൻസിനകത്ത് വരേണ്ടത് എന്താണ്, ഡൈവേഴ്സ് റിലീജിയൻ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് വരേണ്ടത് വ്യത്യസ്തമായ മതങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് എന്ത് കൊടുക്കാൻ പറ്റും, ഏതൊക്കെയാണ് ആ മതങ്ങൾ എന്നുള്ളത് വേണമെങ്കിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാം. ഹിന്ദുയിസം, ക്രിസ്ത്യാനിസം, ജൈനിസം, ബുദ്ധിസം, ഇസ്ലാമിസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇതിനെ ലിസ്റ്റ് ചെയ്യുക വേണമെങ്കിൽ. അപ്പം എന്നിട്ട് നമ്മൾ പറയുന്നത് ഇതൊരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. എന്റെ സെക്കൻഡ് പോയിന്റ് അതാണ്. ഒന്ന്, ഇതിനകത്ത് വ്യത്യസ്തമായ കൾച്ചറുകളുണ്ട്, വ്യത്യസ്തമായ മതങ്ങളുണ്ട്. എന്നിട്ട് ഏതൊക്കെയാണ് മതങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കും. ദെൻ രണ്ടാമത് നമ്മൾ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സെക്യുലർ സ്റ്റേറ്റ് ആണ് എന്ന് നമുക്ക് രണ്ടാമത്തെ ഒരു പോയിന്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്താ പറയാം, സെക്യുലറിസം എന്ന് പറയുന്നത് ലോകത്തിന് എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അത് വെസ്റ്റേൺ കൺട്രീസിലെ സെക്യുലറിസം എന്ന് പറയുന്നത് തീർത്തും മതരഹിതമായിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷെ ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് എന്താണ്, എല്ലാ മതങ്ങളെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്റമാണ്, ഒരു ഇൻക്ലൂസീവ്നെസ് ആണ്. വെസ്റ്റേൺ മോഡൽ എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലൂസീവ്നെസ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതാം. പിന്നെ ഇന്ത്യൻ ഡെമോക്രസിയെ കുറിച്ച് എഴുതാം. ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പരമപ്രധാനമുള്ളത്. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് സെക്യുലറിസം എന്ന ആശയത്തിന് ഏറ്റവും ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഉണ്ടാകുന്നത്. 2-3 പോയിന്റ് ഞാൻ പറയാം. ഒന്ന്, വ്യത്യസ്തമായ കൾച്ചറുകൾ, വ്യത്യസ്തമായ റിലീജിയൻ, ഏതൊക്കെയാണ് റിലീജിയൻ എന്ന് എഴുതണം. ദെൻ ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ് എന്ന് എഴുതണം. അതുപോലെ തന്നെ ഈ സെക്യുലറിസം കോൺസെപ്റ്റ് എന്ന് പറയുന്നതിന്റെ വെസ്റ്റേൺ മോഡൽ ഇതാണ്, ഇന്ത്യൻ മോഡൽ ഇതാണ്. വെസ്റ്റേൺ മോഡൽ എന്ന് പറയുന്നത് മതം ഇല്ലാത്ത
വിത്തൗട്ട് റിലീജിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ദെൻ ഇവിടെ വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ഇൻക്ലൂസീവ്നെസ് ആയിരിക്കും, എല്ലാ മതങ്ങളെ കൂടെ ഉൾക്കൊള്ളുക എന്നൊരു കാഴ്ചപ്പാടാണ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് എഴുതേണ്ടത്. ഞാൻ ഇത് വളരെ ഷോർട്ടാക്കിയിട്ട് ഇത് അത്ര കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം, ഒരു എസ്സേ വന്നു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ദെൻ ഇനി നമ്മള് നേരത്തെ ക്വസ്റ്റ്യൻ പാർട്ടിൽ നിന്ന് എന്ത് ചെയ്യും, ദ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം മാത്രം അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വെക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി അതിന്റെ കണ്ടന്റ് പാർട്ടിലേക്ക് കടക്കുന്നത്. കണ്ടന്റ് പാർട്ടിനകത്ത് നമുക്ക് ഇന്ത്യൻ സെക്യുലറിസത്തെ ഡിഫൈൻ ചെയ്യാം. സെക്യുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 42ാമത് അമെൻമെന്റിലൂടെയാണ് സെക്യുലറിസം എന്ന വാക്ക് 1976 വന്നിട്ടുള്ളത്. ആ അമെൻമെന്റും ഇയറും പ്രധാനമാണ്. അപ്പം 3 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന് ടേം സെക്യുലർ, മതേതരത്വം എന്ന് പറയുന്ന വാക്ക്. രണ്ടാമത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിൽ 1976 എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ഭരണഘടനയിൽ. അപ്പം ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്ന 50 കാലങ്ങളിൽ എന്തുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു ആശയം അതിനകത്ത് ഉണ്ടായിരുന്നില്ല, പിന്നീട് കൂട്ടിച്ചേർക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ 42th അമെൻമെന്റ് എന്ന് പറയുന്നത്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലർ എന്ന് പറയുന്ന ഒരു വാക്ക് രൂപപ്പെടുത്തിയത്. അതാണ് ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് എന്ത് പറയാം, ഇതിന്റെ ഒരു എന്തിനൊക്കെയാണ് ഇന്ത്യൻ സെക്യുലറിസം ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് എംഫസൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യൻ സെക്യുലറിസം ഊന്നി പറയുന്ന കാര്യങ്ങൾ, അപ്പൊ ഇവിടെ നമ്മൾ ഇന്ത്യൻ സെക്യുലറിസം എംഫസൈസസ് ദ ഫോളോയിങ് എന്ന് എഴുതിയതിനു ശേഷം ഇവിടെ നമുക്ക് 1 2 3 4 4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അവിടെ എഴുതാനുള്ളത്. ഈ 4 പോയിന്റുകൾ കണ്ടന്റ് പാർട്ടിൽ നിന്ന് വിട്ടുപോരുത്. കണ്ടന്റ് പാർട്ടിൽ നിർബന്ധമായിട്ട് വന്നിരിക്കേണ്ടത് ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സെക്യുലർ എന്ന് പറയുന്നത് 1976 എന്ത് ചെയ്തത്, രൂപപ്പെടുത്തിയത്. then അത് 42ാമത്തെ അമെൻമെന്റിന്റെ ഭാഗമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. ഞാൻ 42 ഇങ്ങനെ വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്യുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. ദെൻ എന്തിനൊക്കെയാണ് ഇന്ത്യൻ സെക്യുലറിസം എംഫസൈസ് ചെയ്യുന്നത്, അപ്പൊ അതിനകത്ത് നമുക്ക് 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഈക്വൽ ട്രീറ്റ്മെന്റ്. ഈക്വൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി മതങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പം സ്റ്റേറ്റിന് എന്തുണ്ടാവില്ല, ഒരു പെർട്ടിക്കുലർ റിലീജിയൻ ഉണ്ടാവില്ല. അപ്പം എല്ലാവർക്കും ഈക്വൽ റെസ്പെക്ട് ആണ് കൊടുക്കുക. ഇതാണ് അതിനകത്ത് വരേണ്ട പോയിന്റ്. ഈക്വൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള റിലീജിയൻ ഇല്ല, റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും ഒരു ഈക്വൽ റെസ്പെക്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ഇവിടുത്തെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതപരമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തെ ഭരണഘടനയിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തെ മൗലികാവകാശങ്ങളിൽ, ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആർട്ടിക്കിൾ 25 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യാം. ഈക്വൽ ട്രീറ്റ്മെന്റിനകത്ത് 3 കാര്യങ്ങൾ. ഒന്ന്, സ്റ്റേറ്റിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള റിലീജിയൻ ഇല്ല, സ്റ്റേറ്റ് ഡസ് നോട്ട് ഹാവ് എനി പെർട്ടിക്കുലർ റിലീജിയൻ. ദെൻ രണ്ടാമത്തത്, അങ്ങനെയെങ്കിൽ പിന്നെ അവരെന്താണ് ചെയ്യുന്നത്, ഓൾ റിലീജിയൻസ് വിത്ത് ഈക്വൽ റെസ്പെക്ട്, എല്ലാ റിലീജിയനോടും ഈക്വൽ റെസ്പെക്റ്റോട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. ദെൻ അത് റിഫ്ലക്ട് ചെയ്യുന്ന എന്തിനെയാണ്, ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന മതപരമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൗലികാവകാശങ്ങളിൽ പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഈക്വൽ റെസ്പെക്ട് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്, നോട്ട് സ്റ്റേറ്റ് റിലീജിയൻ. സ്റ്റേറ്റിന് പ്രത്യേകം, സ്റ്റേറ്റ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് രാജ്യമാണ്. അപ്പം ഇന്ത്യ ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ അൺലൈക്ക് മെനി അതർ കൺട്രീസ്. അതായത് പല രാജ്യങ്ങളിലും എന്തുണ്ട്, നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള റിലീജിയൻ ഉണ്ട്. ഇപ്പൊ സൗദി അറേബ്യ ആണെങ്കിൽ ഇസ്ലാമാണ്. ഇങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും സ്പെഷ്യൽ ആയിട്ടുള്ള നാഷണൽ റിലീജിയൻ എന്നൊരു സംഭവം ഉണ്ടാവും. ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. അപ്പം അതാണ് ഇതിനകത്ത് പറയുന്നത്, ഇന്ത്യ ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ അൺലൈക്ക് മെനി അതർ കൺട്രീസ്. വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ ഇന്ത്യയിൽ എന്തില്ല, ഒരു സ്റ്റേറ്റ് റിലീജിയൻ നിലനിൽക്കുന്നില്ല എന്നർത്ഥം. റിലീജിയസ് ടോളറൻസ്, മതപരമായ സഹിഷ്ണുത, ഈ രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ട് നമ്മൾ എണ്ണുന്നതാണത്. ഇപ്പം ഹിന്ദുയിസം, ക്രിസ്ത്യാനിസം, സിഖിസം, ബുദ്ധിസം, ജൈനിസം ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം റിലീജിയസ് ടോളറൻസ് എന്ന് പറയുന്നത് എന്താണ്, മതപരമായ സഹിഷ്ണുത ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സെക്യുലറിസത്തിന്റെ അത് എംഫസൈസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനകത്ത് മൾട്ടിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത്സ്,
വ്യത്യസ്തമായ വിശ്വാസങ്ങൾ, അതായത് ഓരോ മതങ്ങളുടെയും വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ നിലനിൽക്കുന്നതും എന്നിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, മതങ്ങൾ തമ്മിൽ അസഹിഷ്ണുതകൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സെക്യുലറിസത്തിന്റെ പ്രത്യേകത. ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ പ്രത്യേകതയിൽ ഇതിന് ചില പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ചലഞ്ചസിൽ പറയാം. ദെൻ സെക്യുലർ അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡെമോക്രസി, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭരണഘടനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് സ്ഫിയറിനകത്ത് എന്താണ് ഒരു സെക്യുലർ സ്റ്റേറ്റ് ആവുക, സ്റ്റേറ്റ് മെഷീനറി റിമൈൻസ് നാച്ചുറൽ ഇൻ റിലീജിയസ് മാറ്റേഴ്സ്, റിലീജിയസ് ലോസ് ഡു നോട്ട് ഗിവൺ ദ പബ്ലിക് സ്ഫിയർ. അതായത് നേരത്തെ ഇപ്പൊ യൂറോപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ പറയുന്നത്. യൂറോപ്പിനകത്ത് എന്തുണ്ടായിരുന്നില്ല, സ്റ്റേറ്റ് എന്ന് പറയുന്നത് റിലീജിയസ് മാറ്ററിന്റെ പുറത്ത് പ്രവർത്തിക്കുന്ന എന്തോ ഒരു സാധനം മാത്രമായിരുന്നു. പിന്നീട് അതിൽ നിന്ന് എന്ത് ചെയ്തു, അതിന് മാറി എന്നുള്ളതാണ്. അപ്പം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ എന്തില്ല, അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളില്ല. സ്റ്റേറ്റിന് മതപരമായ പ്രാക്ടീസിനകത്ത് കാര്യമായിട്ട് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. അപ്പം അതൊരു സ്വതന്ത്രമായിട്ടുള്ള ബോഡി എന്ന രൂപത്തിൽ നടന്നു പോകുന്നതാണ്. അപ്പം ഈക്വൽ ട്രീറ്റ്മെന്റ്, നോ സ്റ്റേറ്റ് റിലീജിയൻ, റിലീജിയസ് ടോളറൻസ് ആൻഡ് സെക്യുലർ അഡ്മിനിസ്ട്രേഷൻ, ഇത്രയാണ് ഇതിനകത്ത് വരേണ്ടത്. ഇത് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് 1976 42ാമത് അമെന്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് 4 കാര്യങ്ങൾ വരുന്നുണ്ട്. ഈക്വൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25 പറയുന്നത് പോലെ ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മതത്തിന് ഇവിടെ പ്രാധാന്യമൊന്നുമില്ല, എന്നാൽ എല്ലാ മതത്തെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നു. രണ്ടാമത് നോ സ്റ്റേറ്റ് റിലീജിയൻ, സ്റ്റേറ്റിന് ഭാഷയുണ്ട്. ഇപ്പൊ ഹിന്ദി എന്ന് പറയുന്നത് നാഷണൽ ലാംഗ്വേജ് ആണ്. പക്ഷെ ടോട്ടലി നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയാൻ പറ്റും, ഇന്ത്യക്ക് എന്തില്ല, ഒരു മതമില്ല, രാജ്യത്തിന്റെ ഒരു മതം എന്നുള്ള രൂപത്തിൽ ഒരു മതമില്ല. ദെൻ റിലീജിയസ് ടോളറൻസ്, മതപരമായ സഹിഷ്ണുത ഇവിടെ നിലനിൽക്കുക എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫോക്കസ് ആണ്. ദെൻ സെക്യുലർ അഡ്മിനിസ്ട്രേഷൻ, ഇത്രയാണ് അതിന്റെ ഒരു കണ്ടന്റ് പാർട്ടിൽ പ്രധാനമായിട്ടും വരേണ്ടത്. പിന്നെ നമുക്ക് അതിനകത്ത് ചലഞ്ചസിനകത്ത് നമ്മൾ അതിൽ തന്നെ പഠിച്ചിട്ടില്ല എന്താണ്, സെക്യുലറിസം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത് കമ്മ്യൂണൽ വയലൻസ് ആണ്, വർഗീയതയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില കലാപങ്ങളും മറ്റുമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. മെജോറിറ്റി വിഎസ് മൈനോറിറ്റി കൺസേൺസ്, അതായത് മെജോറിറ്റി എന്ന ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭൂരിപക്ഷ മതക്കാർ, ഇവ നമ്മൾ രാജ്യത്തെ ഹിന്ദുത്വമൊക്കെ പറയുന്ന പോലെ ഭൂരിപക്ഷ മതക്കാർ അല്ലെങ്കിൽ ന്യൂനപക്ഷ മതക്കാർ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് കോൺഫ്ലിക്റ്റുകളും മറ്റുമൊക്കെ എന്ത് ചെയ്യും, കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഒരു ചലഞ്ചാണ്. ഓക്കെ, അപ്പം മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി കൺസേൺസ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ കമ്മ്യൂണൽ വയലൻസും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമ്മൾ അതിന്റെ ഒരു ചലഞ്ച് ആയിട്ട് മുന്നോട്ട് വെക്കേണ്ടത്, കമ്മ്യൂണൽ വയലൻസും അതുപോലെ തന്നെ മെജോറിറ്റി വിഎസ് മൈനോറിറ്റി കൺസേൺസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാവുന്ന ചില പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിന്റെ ഒരു പുതിയ പ്രശ്നങ്ങൾ, ഈ ഇന്റർഫെയ്ത്ത് ഡയലോഗുകൾ, അതായത് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ സമാധാന സംഗമങ്ങളും മറ്റൊക്കെ കാണാറുണ്ടല്ലോ. അപ്ലോഡിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങൾ, അതുപോലെ തന്നെ കോമ്പീറ്റിംഗ് കമ്മ്യൂണലിസം, ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാനുള്ള പോയിന്റുകളാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. കണ്ടന്റ് പാർട്ടിൽ വരേണ്ടത് ഇത്രയാണ്. ഇതിനെ ഡിഫൈൻ ചെയ്യാം, പിന്നെ ആ 4 കാര്യങ്ങൾ പറയാം, അതിന്റെ 2 ചലഞ്ചസ് പറയാം. അതോടുകൂടെ ഏകദേശം നമുക്ക് കണ്ടന്റ് പാർട്ടുകൾ അവസാനിപ്പിക്കാൻ പറ്റും. അതിന്റെ ഒരു കൺക്ലൂഷൻ എന്തൊക്കെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, പിന്നെ അതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പിന്നെ ഇവിടെ ഏറ്റവും ലാസ്റ്റ് എഴുതേണ്ടത് എന്താണ് സെക്യുലറിസം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതാം. എന്നിട്ട് അതൊരു വ്യത്യസ്തമായ മതവിഭാഗങ്ങളുടെ ഒരു സംഗമമാണ് എന്ന് പറയാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആ 42 അമെന്റ്മെന്റിനെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ സൂചിപ്പിക്കണമെങ്കിൽ സൂചിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. അതിങ്ങനെ വെറുതെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായല്ലോ, പ്രത്യേകിച്ചും പുതിയ കാലത്ത്. ഇത്രയാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. അപ്പം ഒറ്റ തവണ കൂടെ പറയാം, ഡിഫൈൻ ആൻഡ് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അതിനകത്ത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഇൻട്രൊഡക്ഷനിൽ ഈ കാര്യങ്ങളൊക്കെയാണ് വരേണ്ടത്. ദെൻ കണ്ടന്റ് പാർട്ടിനകത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത് എടുത്തെഴുതുന്നു, കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ഇൻ ഇന്ത്യ എന്ന് നമ്മൾ എടുത്തെഴുതുന്നു. ദെൻ എടുത്തെഴുതിയതിനു ശേഷം നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നു. ആ സെക്യുലർ എന്ന് പറയുന്ന വാക്ക് എന്ന് മുതലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുള്ളത്, ഏത് വർഷമാണ് ഡിഫൈൻ ചെയ്യുന്നു. ദെൻ അതിന് 4 പ്രധാനപ്പെട്ട ഈക്വൽ ട്രീറ്റ്മെന്റ്, നോ സ്റ്റേറ്റ് റിലീജിയൻ, റിലീജിയസ് ടോളറൻസ് ആൻഡ് സെക്യുലർ അഡ്മിനിസ്ട്രേഷൻ. ഓരോന്നും വെറുതെ എഴുതിയാൽ തന്നെ നമുക്ക് അത് എന്താണെന്നുള്ളത് ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ദെൻ അതിന്റെ പ്രധാനപ്പെട്ട 2 ചലഞ്ചസ്, ഒന്ന് കമ്മ്യൂണൽ വയലൻസും ദെൻ മെജോറിറ്റി വിഎസ് മൈനോറിറ്റി എന്ന് പറയുന്നത്.
അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് വരേണ്ടത്. സെക്യുലറിസം പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അതൊരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് എഴുതാനുള്ള ഒരു ശ്രമം തന്നെയാണ് നമ്മളൊക്കെ നടത്തേണ്ടത്. ഓക്കെ, താങ്ക് യു.